നമ്മളെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിൽ സാധാരണ നമ്മൾ നിത്യവും ചെയ്യുന്ന 11 രജിസ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്കറിയാം. അത് ഏതൊക്കെയാണ് ആ രജിസ്റ്ററുകൾ ഏതൊക്കെ പേരിലാണ് പോഷൻ ട്രാക്കറിൽ അറിയപ്പെടുന്നത്, അത് പോഷൻ ട്രാക്കറിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് അത് കാണാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് ഈ വീഡിയോ. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് കുടുംബ സർവേ രജിസ്റ്ററാണ്. നമ്മളുടെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനകത്തത് ഫാമിലി സർവേ ആയി പ്രത്യേക ഹെഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് രജിസ്റ്റർ അനുപൂരക പോഷകാഹാര വിതരണം, അത് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന പേരിൽ പ്രത്യേക ഹെഡിൽ തന്നെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതായി അനുപൂരക വിതരണം അഥവാ SNP, ഇത് നമ്മൾക്ക് പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനകത്ത് കാണാൻ സാധിക്കും. നാലാമത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, ഇത് നമ്മൾക്ക് ഡെയിലി ട്രാക്കിംഗ്, സാധാരണ അംഗൻവാടി തുറക്കുന്ന മേഖലയിലുള്ള ആ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഡെയിലി ട്രാക്കിംഗ് ആണ്. അതിൽ പോയി കഴിഞ്ഞാൽ പ്രീ സ്കൂൾ കുട്ടികളുടെ വിവരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമത് ഗർഭാവസ്ഥയും പ്രസവവും, ഇത് നമുക്ക് പ്രഗ്നൻറ്റ് വുമണിലാണല്ലോ കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പ്രഗ്നൻറ്റ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞ് ഓരോരുത്തരുടെയും 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗർഭാവസ്ഥയും പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അതിലൂടെ ആഡ് ചെയ്യാനും അത് പിന്നീട് നമുക്ക് വ്യൂ ചെയ്യാനും സാധിക്കും. ആറാമതായി പ്രതിരോധ കുത്തിവയ്പ്പും VHSN, ഇത് നമുക്ക് വാക്സിനേഷനാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. VHSN താൽക്കാലികമായിട്ട് പോഷൻ ട്രാക്കറിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും വാക്സിനേഷൻ കൃത്യമായി ഏതൊക്കെ ഗുണഭോക്താക്കൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് പ്രഗ്നൻറ്റ്, ലാക്ടേറ്റിംഗ്, 0 മുതൽ 6 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും വാക്സിനേഷൻ നൽകുന്നുണ്ട്. അത് ഏതൊക്കെ സമയങ്ങളിലാണ് വാക്സിനേഷൻ കൊടുക്കേണ്ടത്, എന്ന് മുതലാണ് അത് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഏതൊക്കെ വാക്സിനേഷൻ എടുത്തു, അതെങ്ങനെ ടീച്ചർമാർ അതിലേക്ക് എൻ്റർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വാക്സിനേഷൻ എന്ന് പറയുന്ന ഈ രജിസ്റ്ററിനകത്തുണ്ട്. അത് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഓരോ ഗുണഭോക്താവിൻ്റെയും ഇൻഡിവിജ്വൽ പ്രൊഫൈലാണ് കാണാൻ കഴിയുക. ഏഴാമതായി വിറ്റാമിൻ എ, അർദ്ധവാർഷിക വിറ്റാമിൻ എ വിതരണം, അത് നമുക്ക് ന്യൂട്രീഷണൽ കാറ്റഗറിയായി ഇതേ പറഞ്ഞ രീതിയിൽ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ഗുണഭോക്താക്കളുടെയും പേജിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എട്ടാമതായി ഭവന സന്ദർശന രൂപരേഖ അഥവാ ഹോം വിസിറ്റ്, അത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ടാബിൽ തന്നെ പോഷൻ ട്രാക്കറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒൻപതാമായി പരാമർശ സേവനങ്ങൾ, അതേഴ്സ് എന്നുള്ളതാണ്. അതേഴ്സിൽ നമ്മൾ ഈ പറയുന്ന രജിസ്റ്ററുകൾക്ക് പുറമേയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 10ാമത്തെ രജിസ്റ്റർ ചുരുക്കം മാസ വാർഷിക സംയുക്തം, അത് MPR ആണ്, മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട്, അത് നമുക്ക് മോർ എന്നുള്ള ഓപ്ഷനിൽ അത് കാണാൻ കഴിയും. 11ാമത്തെയും അവസാനത്തേതുമായ രജിസ്റ്ററാണ് വളർച്ചാ നിരീക്ഷണം അഥവാ ഗ്രോത്ത് മോണിറ്ററിംഗ്. നമ്മൾക്കറിയാം 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം മാസത്തിൽ 1 തവണയെങ്കിലും നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ രജിസ്റ്ററുകളിൽ സാധാരണ രേഖപ്പെടുത്തി വരുന്നതാണ്. അത് പോഷൻ ട്രാക്കറിൽ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളത് ഒരു രജിസ്റ്ററായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ മോർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തേണ്ട വിധം കാണാൻ സാധിക്കും. അതും കൃത്യമായി തന്നെ പോഷൻ ട്രാക്കറിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസങ്ങളിലും ടീച്ചേഴ്സിന് അത് ആഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്ന വിധത്തിലാണ് ഈ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളർച്ചാ നിരീക്ഷണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ ഹൈറ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് തിരുത്താൻ കഴിയില്ല. അതായത് കൂടുതലായി ഹൈറ്റ് എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീടത് കുറച്ച് ഹൈറ്റ് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് അതിൻ്റെ സാരം. അപ്പോൾ ഇത്തരം രജിസ്റ്ററുകൾ ഇനി മുതൽ പോഷൻ ട്രാക്കറിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അത് എങ്ങനെ രേഖപ്പെടുത്തും എന്നുള്ള വിശദമായി തന്നെ ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്കത് ബോധ്യമാകും. താങ്ക് യു.